വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ മലക്കം മറിയുകയാണ് CPM. കുത്തകകളെ സഹായിക്കാനാണ് എന്ന ആദ്യ നിലപാടിൽ നിന്ന് നേതാക്കളൊക്കെ പിന്നോട്ട് പോയി. MSCക്ക് ഓഹരി കൈമാറിയതിൽ അല്ല വിമർശനമെന്നും കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നുമാണ് നേതാക്കളുടെ ഇന്നത്തെ പ്രതികരണം. ഓഹരി കൈമാറ്റത്തെ അല്ല എതിർക്കുന്നത് എന്ന EP ജയരാജന്റെ ഇന്നലത്തെ പ്രതികരണം ഏറ്റുപിടിക്കുകയാണ് LDF കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. പ്രതികരണങ്ങൾ കേൾക്കാം. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യം. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിന് അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു അസറ്റാണ്. ആ തുറമുഖം വളരെ വേഗം പൂർത്തിയാക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളം ആകെ ആഗ്രഹിക്കുന്നത്. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട വിഷയമേ അല്ല. ഒരു വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ ആ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. താങ്കൾ പറയുന്നതാണ് CPM നിലപാടെങ്കിൽ EP പറയുന്നത് അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളത്. അനാവശ്യ വിവാദത്തിലേക്ക് പോകണ്ട. ഇതിലില്ല. ഇല്ലല്ലേ, EP തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EP തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EP എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. EP തള്ളി പറഞ്ഞില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ CPM ഒരു നിലപാടേ ഉള്ളൂ. അതിലെനിക്ക് ഉറച്ചു വെച്ചത്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഇതിൻ്റെ പ്രാധാന്യത്തിൽ ചിലരൊന്നും, ചിലർ ഇത് നമ്മൾ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് പറയും. അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വിവാദമാക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നോ. പക്ഷേ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. അദാനിക്ക് ഓഹരി കൈമാറ്റം നടത്തണം. അതിൻ്റെ ഫലമായിട്ട് 13,000 കോടി രൂപ അവർക്ക് കിട്ടുന്നു. അതിന് കേരള സർക്കാരിൻ്റെ അനുവാദം കൂടിയേ തീരൂ. കേരള സർക്കാർ എന്താ അഭിപ്രായം? MSC കമ്പനിക്ക് തൂത്തുക്കുടിയിൽ ടെർമിനൽ സ്വന്തമായിട്ടുള്ളത് കരാറിലുള്ള നിബന്ധനകളിൽ നിന്ന് വ്യത്യസ്തമാണോ ഇല്ലയോ? ഇതൊക്കെ പറഞ്ഞ് വ്യക്തത വരുത്തിയിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വ്യക്തത വരുത്തണം. ഈ കരാറ് നേരത്തെ ഞങ്ങൾ അതിൻ്റെ വ്യവസ്ഥകളോട് വിയോജിപ്പ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടം വരെ എത്തിയതുകൊണ്ട് പദ്ധതി നിർത്തിവെക്കാതെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. 21-26 ഗവൺമെന്റും ആ പദ്ധതിക്ക് പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ പുറത്തു വന്ന വിവരമനുസരിച്ച് ഇവരുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപവിഭാഗമായിട്ടുള്ള PLCക്ക് അവരാണ് അവിടെ കണ്ടെയ്നർ ടെർമിനൽ നടത്തുന്നത് തൂത്തുക്കുടിയിൽ. അപ്പോൾ ആ പ്രശ്നമുണ്ട്. ഇത് പ്രയർ അപ്രൂവൽ ഇല്ലാത്തത് കരാർ ലംഘനമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകലാണല്ലോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പക്ഷെ അതിന് വല്ലാതൊരു തിടുക്കം കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം. ആ വിവാദമാക്കരുത് എന്നാണ് EP ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും നമ്മൾ കാണേണ്ടത്. മുഖ്യമന്ത്രിയാവുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും മുഖ്യമന്ത്രിയാണല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വിവാദങ്ങൾ വാശിയോടുകൂടി താർക്കികനായി നിൽക്കുകയല്ല മുഖ്യമന്ത്രി വേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് നോബിൾ മാരിക്കാരനും രാഹേഷ് റഷീദും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നോബിളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോബിൾ, 25% എന്ന് പറഞ്ഞാൽ അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണ്. അവിടെ MSC കമ്പനി എന്ന് പറയുന്ന ഈ അദാനി പോർട്സിന്റെ ഒരു വ്യവസായ പങ്കാളി വരുമ്പോൾ അതിനൊരു മൊണോപോളി ഉണ്ടാകും എന്ന് നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞതാണ്. പാർട്ടിക്കൊരു അഭിപ്രായമേ ഉള്ളൂ. അത് പിണറായി വിജയന്റെ അഭിപ്രായമാണ് എന്നതിൽ നിന്ന് മാറുകയാണോ? മാധു, ഇപ്പോഴത്തെ പുതിയ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മുൻപ് പറഞ്ഞ നിലപാടിൽ നിന്ന് CPM ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു, മലക്കം പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. കാരണം നേരത്തെ നമ്മൾ ഇന്നിപ്പോൾ കണ്ടിച്ച ആ ബൈറ്റ്, അതായത്
പ്രതിപക്ഷ നേതാവ് നേരത്തെ നിയമസഭയിൽ പറഞ്ഞത് MSME വരുന്നത് കുത്തകളുടെ ഒരു കടന്നുകയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് നിയമസഭയിൽ അതിനെ എതിർത്ത്. പക്ഷേ ഇന്നിപ്പോൾ CPM നേതാക്കളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ, അല്ലെങ്കിൽ LDF TP രാമകൃഷ്ണനാകട്ടെ, മറ്റു പ്രധാനപ്പെട്ട നേതാക്കളാകട്ടെ, എല്ലാവരും പറയുന്നത് ഈ ഓഹരി കൈമാറ്റം സംസ്ഥാന സർക്കാർ അറിയാതെ നടക്കരുത് എന്ന് മാത്രമാണ് CPM വ്യക്തമാക്കുന്നത്. MSCക്ക് ഓഹരി കൈമാറ്റം നടത്തുന്നതിൽ തെറ്റില്ല, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം. പക്ഷേ സംസ്ഥാന സർക്കാർ അറിഞ്ഞു വേണം ഈ കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാകാൻ എന്നാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ അദാനി ബന്ധം, പ്രത്യേകിച്ച് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം അടക്കം KK രാഗേഷ് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെ EP ജയരാജൻ ആ വിഷയത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വന്ന് നമ്മൾ കണ്ടതാണ്. EP അന്ന് വ്യക്തമാക്കിയത് അഴിമതി ആരോപണം ഉന്നയിച്ചവർ അതിന് തെളിവ് നൽകട്ടെ, താൻ അത് ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല, ഈ പറഞ്ഞ വിഴിഞ്ഞം പദ്ധതി സംസ്ഥാനത്തിന് ആവശ്യമാണ്, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് മന്ത്രിമാർ അടക്കമുള്ള ശ്രമിക്കേണ്ടത് എന്ന ഒരു ഉപദേശം അടക്കം EP നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ദിവ്യ S അയ്യരെ ഈ പോർട്ടിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയത് അടക്കമുള്ള വിഷയങ്ങൾ CPM സജീവമായി തന്നെ ചർച്ചയിലേക്ക് എത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം അതിൽ KK ശൈലജ എന്താണെങ്കിലും ആ വിഷയം സർക്കാർ മാറുമ്പോൾ ഇത്തരത്തിൽ വ്യക്തികളും മാറും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും തള്ളിയത്. CPM-നകത്ത് വലിയ തരത്തിൽ ഈ വിഷയത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. ആ എതിരഭിപ്രായങ്ങളെ കുറിച്ചായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ എന്നായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ ദില്ലിയിൽ എത്തിയപ്പോൾ ചോദിച്ചത്. എന്താണെങ്കിലും ആ നിലപാടിൽ നിന്ന്, അതായത് മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയ നിലപാടിൽ നിന്ന് പൂർണ്ണമായും CPM നേതാക്കൾ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് ഇന്നിപ്പോൾ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൃത്യമായി തന്നെ ഈ പറഞ്ഞ ഓഹരി കൈമാറ്റത്തെ എതിർക്കുന്നില്ല, മറിച്ച് ഈ പറഞ്ഞ അദാനി പോർട്ട് അവർ ഓഹരി കൈമാറ്റം സർക്കാർ അറിയാതെ നടത്തുന്നതിനെ മാത്രമാണ് ഇപ്പോൾ എതിർക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഓഹരി കൈമാറിയിട്ടുണ്ടോ എന്ന് വ്യക്തത വരുത്തണം എന്ന് കൂടി ഇന്നിപ്പോൾ MV ഗോവിന്ദൻ വ്യക്തമാക്കി. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട വിഷയമല്ല എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്താണ് അദ്ദേഹത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ൽ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അതിന് പിന്നാലെ ഇപ്പോൾ ഈ നിലപാടിൽ നിന്ന് നേരത്തെ എടുത്ത ഈ ഓഹരി കൈമാറ്റം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. അങ്ങനെ ഒരു നിലപാടുണ്ടായെങ്കിൽ അത് സർക്കാർ അറിഞ്ഞില്ല, സർക്കാരിന് അതിൽ ഒരു ഹേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് മാത്രം പാർട്ടി പിൻവാങ്ങി നിൽക്കുകയാണ് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹീസ് റഷീദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. റഹീസ്, EP ജയരാജൻ പലപ്പോഴും CPM-നെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് EP-യുടെ പ്രതികരണങ്ങൾ എന്നൊക്കെ വിലയിരുത്തിയിട്ടുള്ളവരാണ് പാർട്ടി നേതാക്കളിൽ പലരും. അവിടെ നിന്ന് EP-യുടെ വാദം ഏറ്റെടുക്കുകയാണ്. അതാണ് മധു ഇതിനകത്തെ ശ്രദ്ധേയം. കാരണം ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ തുറമുഖ കൊള്ള എന്നാണ്. EP ജയരാജൻ ഇതിൽ അഴിമതി ഇല്ല, അഴിമതി ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമുള്ളവരോട് നിങ്ങൾ വിശദീകരണം ചോദിക്കൂ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അഴിമതി ആരോപണം മുൻപുന്നയിച്ചതിൽ ഓൺ ചെയ്യുകയാണ് എന്ന് വിലയിരുത്താൻ പറ്റുന്ന തരത്തിലാണ് തുറമുഖ കൊള്ള എന്ന തലക്കെട്ടിൽ MV ഗോവിന്ദൻ ലേഖനം എഴുതിയത്. പക്ഷേ ഇന്ന് നേതാക്കളുടെ പ്രതികരണം വരുമ്പോൾ TP രാമകൃഷ്ണൻ കൃത്യമായി തന്നെ പറയുന്നു, EP ജയരാജനെ തള്ളാൻ ഞാനില്ല, EP എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും TP രാമകൃഷ്ണനെ പോലുള്ള ഒരാൾക്ക്, LDF-ന്റെ കൺവീനർക്ക്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് EP ജയരാജൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാതിരിക്കാനുള്ള ഒരു വഴിയുമില്ല. അതറിയില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ EP ജയരാജനെ തള്ളാൻ ഞാനില്ല. ഇനി എന്താണ് EP പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഇനി എന്താണ് EP പറഞ്ഞതെങ്കിലും EP ജയരാജനെ തള്ളാൻ ഞാനില്ല എന്ന് തന്നെയാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. അതായത് അഴിമതി ആരോപണത്തിൽ നിന്ന് പതുക്കെ പിന്നോട്ട് പോകുന്ന CPM-നെയാണ് കാണുന്നത്. മുൻ വ്യവസായ മന്ത്രിയായിരുന്ന P രാജീവ് കുറച്ചുകൂടി വ്യക്തതയോടെ സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് സർക്കാർ അറിയാതെ ഓഹരി കൈമാറ്റം നീക്കം നടന്നതിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഇടപെടേണ്ടത്. അതിലൊരു തിടുക്കം കാണിച്ചു, ആ തിടുക്കത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ, മുമ്പ് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, ഇതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് എങ്ങനെ വിശദീകരിക്കണം? അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യവും മൊണോപ്പൊളി ഉണ്ടാകും എന്ന ആക്ഷേപവും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. മറ്റ് പാർട്ടി നേതാക്കൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, ഞങ്ങൾക്ക് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല എന്ന് പറയുന്നതിനെ പ്രതിപക്ഷ നേതാവ് അതിനോട് എങ്ങനെ പ്രതികരിക്കും? അതുകൊണ്ടാണോ ഇന്ന് അദ്ദേഹം മിണ്ടാതെ പോയത്? സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഇനി എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുക മാത്രമേ
നിവൃത്തിയുള്ളൂ. കാരണം സാധാരണഗതിയിൽ പിണറായി വിജയൻ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുന്നത് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് ഓൺ ചെയ്ത ആൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവ്. അന്ന് മൊണോപ്പൊളി എന്ന് പറയുന്ന സന്ദർഭത്തിൽ വിഴിഞ്ഞത്ത് വന്ന കപ്പലുകൾ ആരുടെയാണ് എന്നതിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് വ്യക്തതക്കുറവുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്ത് വന്ന ഏതാണ്ട് 99.99% കപ്പലും MSCയുടേതാണ് എന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCയെ ആ തരത്തിൽ എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പാർട്ടി മാറുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, പാർട്ടിക്കകത്തെ പല നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഈ വിവാദത്തിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് UDF ആണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി അവർക്കുണ്ട്. കാരണം വിഴിഞ്ഞം ഭരണത്തിലെത്തുന്നതിന് മുമ്പ് വിഴിഞ്ഞത്തെ കടൽക്കൊള്ള എന്നായിരുന്നു അന്ന് വിശേഷിപ്പിച്ചത്. ഭരണത്തിൽ നിന്ന് ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തുറമുഖക്കൊള്ള എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാഭാവികമായും വിഴിഞ്ഞം പദ്ധതിയെ വീണ്ടും എതിർക്കുകയാണ് CPM-ഉം പ്രതിപക്ഷവും എന്ന വ്യാഖ്യാനം UDF കൊണ്ടുവരികയും ഇനി ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും UDF കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്ന നിലപാടുള്ള നേതാക്കളും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. അതുകൂടി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മാറ്റമാണ് CPM-ന്റെ നേതാക്കളിൽ കാണുന്നത് എന്ന് നമ്മൾ ഹിസ്രേഷിതാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല ആ പ്രയോഗത്തിൽ രണ്ടു കാലങ്ങളിലുണ്ടായ ഒന്ന് കടൽക്കൊള്ള, ഒന്ന് തുറമുഖക്കൊള്ള എന്നുള്ള പ്രയോഗങ്ങൾ അത് പിന്നീട് CPM-ന് തിരുത്തേണ്ടി വരുന്നു, അതിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്.